അരുൺ, ഈ പെരിയ കൊലപാതക കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കളെ പുറത്താക്കിയിരുന്നു. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്ന അടക്കമുള്ള കർശന നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഏത് രീതിയിലാണ് ഇവർ പ്രതികരിക്കുന്നത്? മാധ്യമങ്ങളെ കാണുമെന്ന് പറയുന്നുണ്ടല്ലോ. കൃഷ്ണ തന്നെയാണ് KPCC ഇതുമായി ബന്ധപ്പെട്ട കർശന നടപടിയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പെരിയ കൊലപാതകത്തിലെ 13ാം പ്രതി ബാലകൃഷ്ണന്റെ മകൻ വിവാഹ ചടങ്ങ് KPCC അംഗം ബാലകൃഷ്ണൻ പെരിയ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന രാജൻ പെരിയ, പെരിയ മണ്ഡലം പ്രസിഡന്റായ പ്രമോദ് പെരിയ, രാമകൃഷ്ണൻ പെരിയ തുടങ്ങിയവർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത്. വലിയ വിവാദത്തിന് ഇത് കാരണമായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ തന്നെ പൊട്ടിത്തെറികൾക്ക് കാരണമായിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MPയും അതുപോലെ തന്നെ ബാലകൃഷ്ണൻ പെരിയയും തമ്മിലുള്ള പരസ്യമായ വാക്പോരിലേക്ക് കൂടി കാര്യങ്ങൾ കടന്നിരുന്നു. ഇതിനെ തുടർന്നാണ് KPCC ഇവർ ഇരുവർക്കും താക്കീത് നൽകുകയും തുടർന്ന് രണ്ടംഗ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനായി നിയോഗിക്കുകയും ചെയ്തത്. KPCC ജനറൽ സെക്രട്ടറി N സുബ്രഹ്മണ്യൻ ഉൾപ്പെടെയുള്ള രണ്ടംഗ കമ്മീഷനാണ് ഈ സംഭവം അന്വേഷിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം KPCC പ്രസിഡന്റിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കുറ്റം ചെയ്തു, അതായത് ഇവർക്ക് ജാഗ്രത കുറവുണ്ടായി, പാർട്ടി അച്ചടക്കം ലംഘിച്ചു എന്ന് KPCC കണ്ടെത്തിയിരിക്കുന്നു. എന്തായാലും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ബാലകൃഷ്ണൻ പെരിയയും മുൻ ബ്ലോക്ക് പ്രസിഡന്റിനെയും മണ്ഡലം പ്രസിഡന്റുമാരെയും പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവർ മാധ്യമങ്ങളെ കാണുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത്. തുടർന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MPക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉരുത്തിരിയുന്നത്. ക്രിസ്റ്റീന, ശരി, അല്പസമയത്തിനകം ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ള നേതാക്കൾ, പുറത്താക്കപ്പെട്ട നേതാക്കൾ മാധ്യമങ്ങളെ കാണും.